ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു നിമിഷം ഓർത്തെടുക്കുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്താണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അപ്പോൾ ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഇവിടെ ചേഞ്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല ഒരു കാർഡാണ്. അവർക്ക് വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ, അവരുടെ സ്വഭാവത്തിൽ ഒക്കെ വലിയ മാറ്റം ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ അവർ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ എലോൺ ആകുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, നിങ്ങളുമായിട്ട് നേരത്തെ കണ്ടിരുന്ന സ്ഥലങ്ങൾ അവർ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ പേര് അവർ പലയിടത്തും കാണുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളെ ഏറെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. അതായത് പതുക്കെ പതുക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ക്ഷമയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. അവരിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ മിസ്സിങ് ഉണ്ടാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. യെസ്, അവർ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ആരൊക്കെയോ മതിലുകൾ കിട്ടിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളെ തന്നെ നോക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാനായിട്ട് അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത്രയ്ക്ക് സ്ട്രെസ് ഒന്നും അവർ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ അവർക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു, സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്കും അവർ സപ്പോർട്ട് തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ മൈൻഡിൻ്റെ അവസ്ഥ കണ്ടോ? അതായത് അവരുടെ മൈൻഡ് ഓവർ തിങ്കിങ് കൊണ്ട് അവർക്ക് തന്നെ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലാണ്. അവരുടെ ആ ഒരു മനസ്സിന് യാതൊരു സൗന്ദര്യവുമില്ല. കാരണം അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇനി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വേറെ ആരൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ട് നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അഭീതകാംക്ഷി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തിയെ വഴിതെറ്റിച്ച് നിങ്ങളിൽ നിന്നും അകറ്റിയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിയതാവാം. അക്കരപ്പച്ച എന്ന് കരുതി നിങ്ങളിൽ നിന്ന് അവർ മനഃപൂർവ്വം അകന്നു പോയിട്ടുണ്ടാവാം. എന്തായാലും വേറൊരാൾ കാരണം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അകന്നത് എന്നുള്ളൊരു സൂചന കിട്ടുന്നുണ്ട്. ഇവിടെ എന്താണ് ഇനിയൊരു മാർഗം? അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത. കറണ്ട് ഫീലിങ്സ് എങ്ങനെ നിങ്ങളിലേക്ക് വരാം, എങ്ങനെ എനിക്കത് സാധിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. ഏത് വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് അരിയിലേക്ക് എത്താം? യെസ്, എന്തുകൊണ്ടാണ്? അവരാകെ മരവിച്ചൊരവസ്ഥയിലാണ്. ഒട്ടും എനർജി ഇല്ലാതെ മറ്റുള്ളവരുടെ ചതിയിലകപ്പെട്ട് വീണ് കിടക്കുകയാണ്. ഇപ്പോൾ ഒട്ടും എനർജി ഇല്ല. അതായത് ജീവിച്ചിരിക്കുന്നതേ മരിച്ചതിന് തുല്യം എന്നൊരവസ്ഥയിലാണ് ആളുള്ളത്.
മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെട്ടു പോയി. അവർ പറയുന്ന വാക്ക് വിശ്വസിച്ച് അവരുടെ കൂടെ അവർ പോയി, അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിന്നു, നിങ്ങളെ തള്ളിപ്പറഞ്ഞു. ഇതൊക്കെ അവർ ചെയ്ത തെറ്റുകളാണ്. അതിൻ്റെ റിസൾട്ടാണ് അവർ അനുഭവിക്കുന്നത്. യെസ്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കരികിലേക്ക് വരാനും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഗ്രീൻ ബട്ടർഫ്ലൈസിനെയൊക്കെ അടുത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഏറെ റീസണേറ്റ് ആണ്. കാരണം അവിടെ നിങ്ങളുമൊത്ത് ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ അവർക്ക് എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ അവർ വീണ് കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഇനി നിങ്ങളുമായിട്ട് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം. അവിടെ ആരും വേണ്ട. അതേപോലെ തന്നെ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, വിവാഹം, ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് ആലോചിക്കുകയാണ്. 3 of Wands എന്ന് പറയുമ്പോൾ ഏറെ ആഴത്തിൽ ആലോചിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കരികിലേക്ക് എത്തുക എന്നുള്ളത്. അവിടെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കരികിലേക്ക് വരിക എന്നുള്ളത്. അതേപോലെ തന്നെ അവർക്ക് മനസ്സിലുണ്ട്, അതായത് നിങ്ങൾക്കരികിലേക്ക് വരുമ്പോൾ അവിടെ ഏറെ വഴക്കുകളുണ്ടാവും, അല്ലെങ്കിൽ കുറേ പേര് ഇടപെടും നിങ്ങളുടെ ജീവിതത്തിൽ. അവർ വഴക്കുണ്ടാക്കും, അവരൊരുപാട് പ്രോബ്ലംസ് സൃഷ്ടിക്കും. ഇതൊക്കെ അവർക്കറിയാം. അതും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഓർക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായേക്കാം. നേരത്തെയും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരതെല്ലാം ഓർക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം അടുത്ത കാർഡ് സൺ എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അവരുടെ ലൈഫ് ബ്രൈറ്റ് ആകുന്നത് എന്നവർ വിശ്വസിക്കുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നേ പറ്റൂ. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ കൂടെ വേണമെന്നവർ ചിന്തിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ അവർ വീണ് കിടക്കുകയാണ്. പക്ഷേ നിങ്ങളിലേക്ക് വന്ന് ഒരു കമ്മിറ്റ്മെൻറ്റിലൂടെ നിങ്ങളുമായിട്ട് ഏറെ കാലം മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. യെസ്, ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട്, കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവർക്ക് ഒന്നിനും സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ്, ലോക്കഡായിട്ട് നിൽക്കുന്നു. ചില പേര് വളരെയധികം എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. യെസ്, അവർക്ക് ഉറക്കമില്ല. അതായത് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ഉറക്കമില്ല, ഓവർ തിങ്കിങ് ഉണ്ട്. അവരുടെ മനസ്സ് തന്നെ അവർക്ക് കൈവിട്ടു പോയിരിക്കുന്നു. അതായത് അവർ ചിന്തിച്ചതും ചെയ്തതും എല്ലാം തെറ്റാണെന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായിരിക്കും. അവർക്ക് ചതി പറ്റി എന്നവർ മനസ്സിലാക്കുകയാണ്. മറ്റൊരാളെ വിശ്വസിച്ചത് തെറ്റാണെന്നുള്ളത് അവർക്കിപ്പോൾ വളരെയധികം മനസ്സിലായിരിക്കുന്നു. യെസ്, ഇവിടെ നിങ്ങളെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളെ മാത്രമേ അവർ വാച്ച് ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വേള നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള രീതിയിലായിരിക്കാം നിലനിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ലേ ഞങ്ങൾ തമ്മിൽ, ഇതൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ ഓർമ്മകളിൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കണം എന്നുള്ളത് അവർ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ഫൊർഗീവ് ചെയ്ത് തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ പറയുകയാണ്. അവർ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. നമുക്കിനി അവരുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് അവരുടെ തോട്ട്സ് എന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, പെട്ടുകിടക്കുകയാണ്. അവിടെ നിന്ന് ആ ഒരു പിടി വിട്ട് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് പോരാൻ പറ്റുന്ന ആ ഒരു സമയം തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കരികിലേക്ക് എത്തും. അതവർ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അതേപോലെ തന്നെ അവർക്ക് തെറ്റുപറ്റിപ്പോയി, വേറൊരാളെ ഞാൻ വിശ്വസിച്ചു, അവരെന്നെ ചതിച്ചു, അത് അവർ നിങ്ങളോട് ഏറ്റുപറയുകയാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് തള്ളിപ്പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അതെല്ലാം വിനയായിട്ട് നിൽക്കുകയാണ്. നീ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത് ഞാൻ കണ്ടില്ല.
എസ്, ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ വലിയ ഒരു ട്രാജഡിയാണ് സംഭവിച്ചത്. എനിക്കൊരു ദുരന്തം സംഭവിച്ചു. ഞാൻ മറ്റൊരാളെ വിശ്വസിച്ചു. അവിടെ എനിക്ക് വളരെയധികം അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പം നീയുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിന് അനുവദിച്ചാലും. അതാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് അവിടെ ക്ഷമ ചോദിക്കുകയാണ്. എസ്, എനിക്കൊരു ചാൻസ് തരൂ. എന്നെ വിശ്വസിക്കണ്ട, പക്ഷേ എനിക്കൊരു ചാൻസ് തരുമോ? അവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള സ്നേഹം ഞാൻ നിനക്ക് തന്ന് അവിടെ ഒരു അത്ഭുതം സൃഷ്ടിക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നല്ല ഒരു സ്നേഹം നിനക്ക് തരുന്നത് എന്നുള്ളത്. ഞാൻ ഇനി എങ്ങനെയാണ് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരവസരം കൂടി തരൂ എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത്. എന്നെ വിശ്വസിക്കണ്ട, പക്ഷേ എനിക്കൊരവസരം തരൂ എന്ന് പറയുന്നുണ്ട്. നമുക്കിനി ഈ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജസ് എടുക്കാം. എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്? താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതിന് നന്ദി. ഞാൻ ഇന്നും നന്ദിയുള്ള ഒരാളായിരിക്കും. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ ഹൃദയപൂർവ്വം മാപ്പ് ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കൂ എന്നാണ് പറയുന്നത്. യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. എനിക്ക് നീ ഒരു ഫ്രണ്ട് മാത്രമൊന്നും ആയിരുന്നില്ല, അതിനപ്പുറത്തേക്ക് ആരൊക്കെയോ ആയിരുന്നു. ഐ ക്യാൻ ഫോർഗെറ്റ് മൈ ഫസ്റ്റ് ലവ്. എൻ്റെ ആദ്യ പ്രണയമാണ് നീ. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് പ്രണയം തോന്നുകയാണ്. ഈ ഒരു പേഴ്സണിൻ്റെ നെയിം വി എന്നായിരിക്കാം. വിയിൽ തുടങ്ങുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ വി അവരുടെ പേരിലുണ്ടായിരിക്കാം. ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഡി എം ജി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇ യു എസ് എൽ ഐ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് പ്ലേസസാണ് എടുക്കാനുള്ളത്. മലപ്പുറം, ബാംഗ്ലൂർ, കണ്ണൂർ, കോഴിക്കോട്, ചെന്നൈ, തിരുവനന്തപുരം. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം. 333, 111, 888, ലിയോ, ഏരീസ്, 16 എന്നൊരു നമ്പർ, 8 എന്നൊരു നമ്പർ, 42, 2 എന്നൊരു നമ്പർ, 19, 29, 38, 49, 10. ബ്യൂട്ടിഫുൾ ഐസ്, അഡിക്ഷൻ, ടിൻ, വളരെ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം. ഗിഫ്റ്റ്, ബ്യൂട്ടിഫുൾ സ്മൈൽ, വൈറ്റ് ബട്ടർഫ്ലൈ, ഷോർട്ട് ഹെയർ, തിക്ക് ഹെയർ, വിയറിംഗ് നോസ് പിൻ, 22, 4 എന്നൊരു നമ്പർ, 18, 1, 33, 14, 46, 444, ലോങ് ഹെയർ, മാരേജ്, ഫ്രണ്ട്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. യെസ്, വിത്ത് ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ, സന്തോഷമുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് വരും. ആ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് അരികിലേക്ക് വരും. കാരണം അവർ വളരെയധികം മാപ്പ് പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. മറ്റൊരാളെ വിശ്വസിച്ച് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിൽ വന്ന തെറ്റാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.